லாஸ்ட் 11 மேட்ச்ல ஒரே ஒரு மேட்ச் மட்டும்தான் சென்னை வின் பண்ணியிருக்கான். சின்னதாவது ஒரு ஹோப் வேணும்னா கூட எல்லா மேட்சும் ஜெயிக்கணும். லாஸ்ட் லெக்ல கேரளா பிளாஸ்டர்ஸ் 3 கோலுக்கு தான் தோற்கடிச்சாங்க. இவ்வளோ நடந்ததுக்கு அப்புறம் எப்படி பயமே இல்லாம உட்கார்ந்துட்டு இருக்கீங்க? We will win this match. எப்படி? எதை வச்சு சொல்றீங்க? கேரளா பிளாஸ்டர்ஸுக்கு ஒரு சாபு அவங்கள காத்திருக்கிறது அந்த மரீனா அரீனா கோட்டை. சரித்திரத்தில் இந்த பிளாஸ்டர்ஸ் ஜெயிச்சதும் இல்லை, இனிமே ஜெயிக்க போறதும் இல்லை. ഈ സീസണിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും. പോട്ടെ, പ്ലേ ഓഫ് എങ്കിലും കളിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്നാ കേട്ടോ, ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്തിരിക്കുന്നവർ ടീമിനെയൊക്കെ നേരത്തെ എഴുതി തള്ളി. ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഇനി വെറും 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമ്മളിങ്ങനെ മാനേജ്മെന്റിനെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ബിജോയ് കൂടെ ടീമിൽ നിന്ന് പോകുന്നത്. ആവേശം കയറി നമ്മൾ കുറെ പ്ലേയേഴ്സിനെ വാങ്ങിക്കൂട്ടി. അപ്പോഴാണ് ഓർത്തത് 11 പേർക്ക് മാത്രമേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവരെയൊക്കെ വെറുതെ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും ഒഴിവാക്കുകയാണെന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഒരു ന്യായീകരണം. ശരിയാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ 8 പ്ലേയേഴ്സിനെ നമ്മൾ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നത് വെറും 2 പേര്. അതിലെ ഡുസാൻ ലഗോത്തോർ അവിടെ നിൽക്കട്ടെ. ബികാഷ് യുംനാന്റെ ട്രാൻസ്ഫർ ഭൂലോക ഉഡായിപ്പ്. ഈ ട്രാൻസ്ഫറിലും ഒരു വലിയ തട്ടിപ്പുണ്ട്. കാരണം പ്രതിഷേധം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് അടുത്ത സീസണിൽ എത്തിക്കേണ്ടുന്ന പ്ലെയറിനെ നമ്മൾ ജാനുവരി ട്രാൻസ്ഫർ തന്നെ കഷ്ടപ്പെട്ടെങ്കിലും എത്തിക്കുന്നു. എന്നിട്ടോ മച്ചാൻ ഇഞ്ചുറി കാരണം ഇനി കളിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് ഇഞ്ചുറി ആയതാണോ അതോ വരുമ്പോൾ തന്നെ ഇഞ്ചുറി കൊണ്ട് വന്നതാണോ എന്ന് ആർക്കും അറിയില്ല. സോ ബേസിക്കലി ഈ ഒരു ട്രാൻസ്ഫർ മാനേജ്മെന്റിന്റെ ഒരു പൊടിയിടലാണ്. ISL ഓൾറെഡി പോയി, ഇനി നമുക്ക് സൂപ്പർ കപ്പ് പിടിക്കാമെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ച മാനേജ്മെന്റ്, സ്പെസിഫിക്കലി CEO, അവരുടെ കയ്യിൽ നിന്ന് ഇതിൽ പരം ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ട. സോ ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ വേഗം ക്ലോസ് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം കുറച്ചുകൂടെ സമയം കിട്ടി അവർ വീണ്ടും കുറെ പേരിനെ കൂടെ ഒഴിപ്പിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസോഴ്സ് വെച്ചിട്ട് ഈ സീസണിൽ എന്തെങ്കിലും പ്രതീക്ഷയുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോൽവി പോയിട്ട് സമനില പോലും പ്ലേ ഓഫ് സാധ്യതകളെ തല്ലിക്കെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ മത്സരവും ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള എതിരാളികൾ അത്രയും ടഫാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് എന്ന് പറയുന്ന സാധ്യത ഒരു വൈൽഡ് ഡ്രീം മാത്രമാണ്. ആദ്യ ലെഗിൽ ചെന്നൈ എഫ്സിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിന് വിജയിച്ചതും കഴിഞ്ഞ 11 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമാണ് ചെന്നൈക്കുള്ളത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മറീന അറീനയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ജയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒറ്റ കണക്ക് മാത്രം മതി ഈ ഒരു മത്സരത്തിന്റെ ഇന്റൻസിറ്റി കൂടാൻ. ബികാഷിനെ ഇങ്ങോട്ട് തന്ന് തേച്ച് പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കിയ ചെന്നൈ എഫ്സി ഡിഫൻസീവ്ലി ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ച് പ്രീതം അവിടെ പോയപ്പോൾ വലിയ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചൊന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ എങ്ങനെ കളിച്ചോ അതുപോലെയൊക്കെ തന്നെയാണ് പ്രീതം അവിടെയും പെർഫോം ചെയ്യുന്നത്. ബട്ട് പ്രീതം കോട്ടാലിന് ബ്ലാസ്റ്റേഴ്സിന്റെ സകല പ്രോസ് ആൻഡ് കോൺസ് നല്ല രീതിക്ക് അറിയാം. ആദ്യ ലെഗിൽ ചെന്നൈ ബ്ലാസ്റ്റേഴ്സ് പോരാട്ടത്തിൽ നോവയുടെ ഒറ്റയാൾ അഴിഞ്ഞാട്ടമാണ് ബ്ലാസ്റ്റേഴ്സിനെ അത്തരത്തിലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കാരണം. ആ മത്സരത്തിൽ ചെന്നൈയിൻ റൈറ്റ് ബാക്ക് ആയിരുന്ന ലാൽദിൻ ലിയാനയ്ക്ക് നോവ സദോയെ പിടിച്ചു കെട്ടാനേ സാധിച്ചിരുന്നില്ല. പക്ഷേ ആ മത്സരത്തിന് ശേഷം സകല ടീമുകളും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ചീറ്റ് കോഡ് ബ്രേക്ക് ചെയ്തു. അതായത് നോവ സദോയെ പൂട്ടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു അന്തമില്ലാതെ കളിക്കുന്ന ടീമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആൻഡ് ഹിയർ കംസ് ദ ട്വിസ്റ്റ്. കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവയ്ക്കെതിരെ ചെന്നൈ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചത് പ്രീതം കോട്ടാലിനെയായിരുന്നു. അതായത് നോവ സദോയെ പൂട്ടാൻ പ്രീതം കോട്ടാലിന്റെ കയ്യിൽ ഉറപ്പായിട്ടും കുറച്ച് ട്രിക്സ് ഉണ്ടാവും. ഇനി ചെന്നൈയുടെ മുന്നേറ്റത്തിന് താരമായിട്ടുള്ള വിൽമർ ജോർഡൻ ഗിൽ അത്രമേൽ അപകടകാരിയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഫസ്റ്റ് ലെഗിൽ തന്നെ വിൽമർ ഗോളിന്റെ അടുത്ത് വരെ എത്തിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മത്സരത്തിൽ മുന്നേറ്റത്തിലേക്ക് കൂടുതൽ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു ചെന്നൈയിൻ എഫ്സിക്ക് ആ മത്സരം പരാജയപ്പെടേണ്ടി വന്നത്. അതിന് കാരണം ചെന്നൈയുടെ ഒറ്റ പ്ലെയറിന്റെ അഭാവമാണ്. എന്നാൽ ഫസ്റ്റ് ലെഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മത്സരത്തിൽ ആ പ്ലെയർ ഉറപ്പായിട്ടും ഇറങ്ങി. നിലവിലെ ISL ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് ഏറ്റവും കൂടുതൽ തലവേദനയാകാൻ പോകുന്ന ദ ഡേഞ്ചറസ് പ്ലെയർ കോണോ ഷീൽഡ്. അതിവേഗ ഡ്രിബിളിങ്ങും കൃത്യമായ പാസിംഗ് നടത്തുന്ന കോണോ ഷീൽഡിനെ ബ്ലോക്ക് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന് സാധിച്ചു കഴിഞ്ഞാൽ പകുതി വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ടഫ് ജോബ് തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തിൽ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഡുസാൻ ലഗോത്തോർ ഉണ്ടാവും. പക്ഷേ എങ്ങനെ കളിക്കും? 4-2-3-1 എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ലൈനപ്പുമായിട്ട് തന്നെയായിരിക്കും നമ്മൾ വരുന്നുണ്ടാകുക. ഒരു വിദേശ സെന്റർ ഫോർവേഡും മധ്യനിരയിൽ ലൂണയും ഇടത് വിങ്ങിൽ മാറ്റമേ വരുത്താത്ത നോവയും ഉറപ്പായിട്ടുണ്ടാകും. പിന്നെ ഡിഫൻസിൽ പ്രീതമിന് പകരം വന്ന ബികാഷ് കളിക്കാനില്ലാത്തത് കൊണ്ട് മിലോസും ഹോർമിയും തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ഇൻ ദാറ്റ് കേസ് ഫോറിൻ ലൈനപ്പ് ഈസ് ഫിൽഡ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ടീമിന് ഒതുങ്ങുന്ന രീതിയിൽ ഡുസാൻ ലഗോത്തോറിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് റൈറ്റ് ബാക്കിൽ സസ്പെൻഷൻ കഴിഞ്ഞ് ഐബൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്നൊരു ആശ്വാസമുണ്ട്. ഇനി പുള്ളിക്ക് പകരം സന്ദീപിനെ തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല. ആൻഡ് മധ്യനിരയിലെ വിപിൻ മോഹനൻ ഇഞ്ചുറിക്ക് ശേഷം ഒരു ഫുള്ളി റിക്കവർ ആകാത്തൊരു ബോഡി ലാംഗ്വേജ് ആണ് കാഴ്ചവെക്കുന്നത്.
സോ മേ ബി വിപിൻ സ്റ്റാർട്ട് ചെയ്യാനും അതല്ലെങ്കിൽ ഫ്രെഡിയോടൊപ്പം ഡാനിഷ് സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ലൈനപ്പ് എല്ലാവർക്കും കാണാപ്പാടമാണ്, പുതുമയൊന്നുമില്ല, വെരി പ്രെഡിക്റ്റബിൾ. ആദ്യ ലെഗിൽ ചെന്നൈ ആ ഒരു ലൈനപ്പുമായിട്ട് ബീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് ലെഗിൽ അങ്ങനെ സാധിക്കണമെന്നില്ല. എന്തായാലും ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിൽ അവരെ മാറ്റി ഇവരെ മാറ്റി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരു ഈസി പ്രെഡിക്റ്റബിൾ ലൈനപ്പ് അല്ലാതെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. എന്തായാലും മറീന അറീനയിലെ ചരിത്രം തിരുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് പ്രതീക്ഷകൾ നിലനിർത്തുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. ഈ മത്സരശേഷം നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയിരുത്തങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അത്രേ ഉള്ളൂ. ബൈ.